ഐ എം സോറി കമാൽ, തന്നെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഐ എം റിയലി സോറി. എന്നെ തെറ്റിദ്ധരിച്ചവർക്കെല്ലാം അവരുടെ ആ ധാരണ മാറ്റാൻ മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ മാഡം. മാഡത്തിന്റെ കാര്യത്തിൽ അതൊരു തവണ കൂടി സംഭവിച്ചു, അത്രമാത്രമേ ഉള്ളൂ. എനിക്കതിൽ പരാതിയൊന്നുമില്ല, പുതുമയുമില്ല. പിന്നെ അത് ഇന്ന് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷേ ദൈവം അയച്ച എന്റെ രൂപത്തിലുള്ള കാലൻ ഇന്ന് അയാളെ കൊന്നു, ഒരു മൂളൽ പോലും പുറത്തു വരാതെ. ഒരാളെ കൊല്ലാൻ എവിടെ എങ്ങനെ കത്തി ഇറക്കണമെന്ന് ഈ കഠാര കമാലിനറിയാം. 2 മിനിറ്റ്, 2 മിനിറ്റിൽ അച്യുതന്റെ ആയുസ് ഞാനിങ്ങെടുത്തു. അയാളുടെ മരണം കൊണ്ട് ആ രഹസ്യം മരിച്ചു എന്ന് പറയാൻ കഴിയത്തില്ല. മരിക്കുന്നതിന് മുൻപ് ഒരുപക്ഷേ ആ രഹസ്യം അയാൾ ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടാവാം. ഭൂമിയും കൂടി തീരണമായിരുന്നു. അറിയാം, പക്ഷെ ഇന്നത് അസാധ്യമായിരുന്നു. എങ്കിലും മാഡം ടെൻഷൻ ആവണ്ട, അവളെ ഞാൻ തീർക്കും 2 മിനിറ്റിൽ. ഉടനെ വേണ്ട, ഞാൻ പറയാം. സ്ഥിതിഗതികൾ മൊത്തത്തിലൊന്ന് അറിഞ്ഞിട്ട് മതി. എന്തായാലും താനിവിടെ നിൽക്ക്, ഞാനേ ഇപ്പൊ വരാം. ഇയാൾ അറിഞ്ഞു കാണൂ ഇയാളുടെ മകളാണെന്ന്? അതിന് സാധ്യതയില്ല. അച്ഛനും മകളും ഒന്നാവാൻ പോവാണോ? വിധിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. മോളുടെ അച്ഛൻ, ആ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മോളുടെ ജീവിതയാത്ര ഇവിടം കൊണ്ട് കഴിയുന്നില്ല. മോളെ, അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്തതായിരിക്കില്ല. എന്നും അച്ഛനെ മനസ്സിൽ പോയിട്ട് പൂജിക്കുന്നതാണ് എന്റെ അമ്മ. യഥാർത്ഥത്തില് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. മോൾക്കിപ്പോ വേണ്ടത് കരുത്താണ്. എന്റെ മോക്ക് അതിന് കഴിയും. ഈ ബന്ധം ഇങ്ങനെ തുടരാൻ പാടില്ല. കമാൽ, മാഡം, താൻ ഇനി ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ. ശരി മാഡം.
ഈ സമയത്ത് ചോദ്യം ചെയ്യൽ പാടില്ലാത്തതാണ്. പക്ഷെ അത് ചെയ്തേ കഴിയൂ. നാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. അച്യുതനെ കൊല ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്താണ്? സാർ എന്താ പറഞ്ഞത്? ഞാൻ എന്റെ അച്ചേട്ടനെ കൊല്ലുന്നോ? ഞാൻ എന്റെ അച്ചേട്ടനെ കൊല്ലൂ സാറേ. എന്നെ ഇത്രയും കാലം ജീവൻ പോലെ കൊണ്ടുനടന്നതാ. ആ മനുഷ്യനെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞ അതില് വലിയ ശിക്ഷ വേറെ എന്താ സാറേ? പിന്നെ ആരാണ്? നിങ്ങളാണ് ചെയ്തതെന്ന് വിശ്വസിക്കാവുന്ന തെളിവുകളാണുള്ളത്. അടച്ചിട്ട മുറിയിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം. അല്ല അല്ല സാറേ, ഒരാളും കൂടി ഉണ്ടായിരുന്നു. ഒരാൾ കൂടിയോ? അയാളാ എന്റെ അച്ഛനെ കൊന്നേ. ഞാനും അച്ചേട്ടനും മോളെ കാണിക്കാൻ ഒരു നാടകത്തിന്റെ റിഹേഴ്സലായിരുന്നു. അതുകൊണ്ട് വാതിലടച്ചിട്ടുണ്ടായിരുന്നു. ഡോറ് ഞങ്ങൾ തള്ളി തുറന്നപ്പോ അംബിക കത്തി വലിച്ചൂരുന്നാണ് കണ്ടത്. അതിനു മുമ്പ് എന്റെ അച്ഛനെ കൊന്നു സാറേ. ഇത് വിശ്വസനീയമല്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ അച്ഛനെ കൊന്നെന്നാണ് സാറ് പറയണേ? തെളിവുകൾ അങ്ങനെയാണ്. ഞാൻ കുറ്റം സമ്മതിച്ച സാറിന്റെ പണി എളുപ്പമാവും അല്ലേ? ഞാനത് സമ്മതിക്കാം സാറേ. കേട്ടോ, ഞാനാ എന്റെ അച്ഛനെ കൊന്നത്. എന്തിനാന്നറിയണ്ടേ? ആ മനുഷ്യനൊരു വൃത്തിയിട്ടവനായിരുന്നു. ഇനി അയാൾക്ക് വേറെ ഭാര്യ ഉണ്ടായിരുന്നു പറയണോ? പറയാം. ആ മനുഷ്യന് വേറെ പെണ്ണുണ്ടായിരുന്നു. എന്നെ ചതിച്ചു. അതുകൊണ്ട് ഞാൻ ആ മനുഷ്യനെ കുത്തിക്കൊന്നു. മതിയോ? എന്റെ അച്ഛനെ ഞാനാ കൊന്ന്. ഞാനാ കൊന്ന്. കുടിക്കേ. തെറ്റേറ്റു പറഞ്ഞ് എനിക്ക് വേഗം മരിച്ചാ മതി സാറേ. എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്ത് വേഗം എത്താലോ. പക്ഷെ അങ്ങനെ ഞാൻ പോയാ എന്റെ പൊന്നുമോൾ ഇവിടെ ഒറ്റയ്ക്കായി പോവും. എനിക്ക് ജീവിക്കണം സാറേ. എന്റെ മോള് ഞാൻ ചോദിക്കുന്നതിന് ശാന്തമായിട്ട് മറുപടി പറഞ്ഞാൽ മതി. റെസ്റ്റ് വേണമെങ്കിൽ പറഞ്ഞോളൂ. വേണ്ട സാറേ. ആ മുറിയിൽ ഒരു അജ്ഞാതനുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അയാളെ ഇനിയും കണ്ട തിരിച്ചറിയൂ? ഞാൻ അയാളുടെ മുഖം കണ്ടില്ല. അയാളുടെ മുഖം മറിച്ചിരുന്നു. കയ്യില് ഉറയുണ്ടായിരുന്നു. ആ കണ്ണുകൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അച്ചേട്ടനെ ഞാൻ കത്തി കൊണ്ട് കുത്തി കൊല്ലാൻ പോണ സമയത്ത് എന്റെ ഇന്ന് അയാൾ കത്തി പിടിച്ചു വാങ്ങിച്ചു. കുറച്ചു സമയം എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല.
ബോധം വന്ന് നോക്കുമ്പോ പോലീസ് കേസ് ആവുമെന്നോ ഇങ്ങനെയൊക്കെ ആവുമെന്നോ അപ്പ ചിന്തിക്കില്ലല്ലോ സാറേ. എല്ലാ കേസുകളിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി വരുന്നത്. അതിനെല്ലാ തെളിവുകളും പരിശോധിക്കണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും. എന്റെ ചേട്ടനെ കൊണ്ടുപോയി വെട്ടിമുറിക്കുമല്ലേ? അതിനുള്ള പാപമൊന്നും ആ പാവം ചെയ്തിട്ടില്ല സാറേ. എണീക്ക്. സാറേ, എന്ത് വിധിയായാലും ഞാൻ സ്വീകരിച്ചോളാം. പക്ഷെ എന്റെ മോളുടെ കാര്യം അവള് ജീവിച്ചോളും. എത്ര കാലമായി അവൾ ഈ ഭാരം ചുമക്കുന്നു. എല്ലാത്തിനും എന്റെ മോൾ അതിജീവിക്കും. അവള് ഭൂമിയാണ്, ഭൂമി. മോളെ, ഇത് കുടിക്ക്. ശിവ, എന്ത് ദാരുണമായ അന്ത്യം. അംബികാമ്മ ഇതിനു പിന്നിൽ വലിയൊരു കഥയില്ലേ? അച്ചുവേട്ടന്റെ ഘാതകൻ ആരാ? ശിവ, എന്ത് ദാരുണമായ അന്ത്യം. അംബികാമ്മ ഇതിനു പിന്നിൽ വലിയൊരു കഥയില്ലേ? അച്ചുവേട്ടന്റെ ഘാതകൻ ആരാ? ആ വഴിക്കൊന്ന് ചിന്തിച്ചാലോ? നല്ലൊരു തോട്ടല്ലേ? ഹലോ. ആ, വരാം. ശരി. സാർ. ആ, നിങ്ങൾ ഇവിടെ ഉണ്ടാവില്ലേ? ആ, എനിക്കൊന്ന് വീട് വരെ പോകണം. ഞങ്ങളുണ്ടാവും സാർ. സാറ് പോയിക്കോ. സാർ, ചോദിക്കുന്നുണ്ട്. സാർ തെറ്റിദ്ധരിക്കുമോ? ചോദിച്ചോളൂ. സാറ് ഭൂമിയുടെ അടുത്ത് ആശ്വാസമായി പെരുമാറുന്നു, ഒത്തിരി ഇഷ്ടത്തോടെ. ഞാൻ ആരാണെന്നല്ലേ? ഭൂമി എനിക്ക് മോളാ. മോളെ, കുറച്ച് വെള്ളമെങ്കിലും കുടിക്ക്. ജീവൻ കിടക്കണ്ടേ? ഇനി എന്തിനാ ജീവൻ? നമുക്ക് അമ്മയെ കൊണ്ടുവരണ്ടേ? എനിക്കൊന്നും വേണ്ട. വെള്ളം പോലും കുടിക്കുന്നില്ല സർ.
ഞാനൊന്ന് പോവാ. ഓടി നാളെ കിട്ടൂ. ഞാൻ മോണിറ്റർ ചെയ്തോളാം. മോൾക്കറിയാലോ പോലീസിന്റെ നടപടിക്രമങ്ങൾ, അതിന്റെ നിയമവശങ്ങൾ. അമ്മയെ നമ്മൾ രക്ഷപ്പെടുത്തും. നല്ല ധൈര്യമുള്ള മോളാ നീ. ആത്മധൈര്യം കൈവിടരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഏത് ലോകത്താ നീ? ഗെയിം കളിച്ചോണ്ടിരിക്കുക? ഒന്നും അറിയണ്ടല്ലോ നിനക്ക്. എപ്പോ നോക്കിയാലും ഗെയിം. എടി, ജീവിതത്തിലാ ഗെയിം കളിക്കേണ്ടത്. ജയിച്ചേ തീരുവെന്ന് പറഞ്ഞ് കളിക്കണം. ആ ഫോണിങ്ങി തന്നെ, ഒരു ഗെയിമിന്റെ പകുതിക്കിരിക്ക. അഞ്ജന, എന്തിനാ സൈറൻ മുഴക്കുന്നേ? ഇന്നത്തെ വിവരങ്ങൾ വല്ല നീ അറിഞ്ഞോ? എന്താ? ആ അച്യുതൻ മരിച്ചു. ഏത് അച്യുതൻ? ഭൂമിയുടെ അച്ഛൻ. ഇന്നത്തെ വിവരങ്ങൾ വല്ല നീ അറിഞ്ഞോ? എന്താ? ആ അച്യുതൻ മരിച്ചു. ഏത് അച്യുതൻ? ഭൂമിയുടെ അച്ഛൻ. ഓ, കഷ്ടമായി പോയി. ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ്. അതെ, നീ അവളുടെ വീട്ടിൽ പോയി പറ. വേണമെങ്കിൽ അവൾക്ക് പോയി കൂട്ടിരിക്കേ, എന്നിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരെ. മാറ്റർ കംപ്ലീറ്റ് ചെയ്യാമേ. അച്യുതൻ മരിച്ചു. ദെൻ അതൊരു കൊലപാതകം. ആര് കൊന്നു? അവളുടെ അമ്മ. അതിലൊരു ലോജിക് ഇല്ലല്ലോ അമ്മേ. അതിന്റെ പിന്നില് മറ്റാരെങ്കിലും ഉണ്ടാവില്ലേ? അമ്മയാണോ? മോളെ, തമാശയ്ക്ക് പോലും പറയരുത്. ഇതൊരു പോലീസുകാരന്റെ വീടാ. മാത്രമല്ല ഭൂമിയുടെ ഇഷ്ടക്കാരനും. ഇനി നിന്റെ അജയുടെയും വിവാഹം തടയാൻ ആര് വന്നാലും ചിലപ്പം ഞാൻ കൊന്നൊക്കെ വരും. എന്റെ ലക്ഷ്യം അത് മാത്രം, നിന്റെ വിവാഹം. ഈ കൊട്ടാരത്തിന്റെ റാണിപ്പട്ടം. അതിനിവിടുത്തെ യുവരാജാവ് നിന്നെ കെട്ടണം. ഭൂമിയുടെ അച്ഛൻ മരിച്ചതില് ഞാൻ ഹാപ്പിയാ. അവളുടെ അമ്മയെ പോലീസ് കൊണ്ടുപോയതിലും ഞാൻ ഹാപ്പിയാ. എന്താണെന്നല്ലേ, ഭൂമി അനാഥയായി. അവൾ ഒരിക്കലും ഇനി അജയെ ചുറ്റിപ്പറ്റത്തില്ല. അജയ് അവളുടെ ശത്രുവാവും. അവളുടെ അമ്മയുടെ പേരിൽ കൊലപാതക കുറ്റം ചാർത്തിയതിന്. രാക്ഷസി. അമ്മയുടെ ഇന്റലിജൻസ് എന്താ എനിക്ക് കിട്ടാതിരുന്നത്? അത് നീ കഴുതയായതുകൊണ്ട്. അച്യുതന്റെ മരണം കൊണ്ട് ഭൂമിക്കൊരു നേട്ടമുണ്ടായി. നിന്റെ വല്യച്ഛൻ സത്യദാസ്. വല്യച്ഛനോ? നിന്റെ വല്യച്ഛനും ഭൂമിയും തമ്മില് വലിയ കണക്ഷനാ. അയാൾ അവളുടെ വീട്ടിലുണ്ട്. അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. ഞാനത് കണ്ടു. അവൾ അയാളുടെ മടി കിടക്കുന്നത്, അയാൾ അവളെ ആശ്വസിപ്പിക്കുന്നത്. അച്ഛനും മകളും ബന്ധം. അത് തകർക്കണം. അത് നീ വിചാരിക്കണം. നിനക്ക് അച്ഛനില്ലാത്തതാ. എനിക്ക് വല്യച്ഛനല്ലേ ഉള്ളൂ. വല്യച്ഛനാണ് എന്റെ അച്ഛൻ. ഇങ്ങനത്തെ ഡയലോഗൊക്കെ അങ്ങ് തട്ടിവിടണം. നീ പറയുന്നതിനപ്പുറം നിന്റെ വല്യച്ഛൻ ചലിക്കരുത്. ആ ഗെയിം ഒന്ന് പ്ലാൻ ചെയ്യ്. ചെയ്യും. ആ ഗെയിമിൽ നീ ജയിക്കണം. വല്യച്ഛൻ പരാജയപ്പെടണം. ഈ സൗഭാഗ്യവൃത്തിന്റെ സിംഹാസനം എന്നെ നോക്കിയിരിക്കുക.
ദാ നീ ഞാൻ പറഞ്ഞ ഗെയിം ഒന്ന് ആലോചിക്കേ. അമ്മയുടെ മോക്ക് അച്ഛനെ നഷ്ടമില്ലേ? അമ്മയെ പുറത്തു കൊണ്ടുവരും. ഞാൻ വന്നത് CI സാറിനെ കാണാനാ. എനിക്കൊരു ഉമ്മ തന്നിട്ട് പോകുമ്പോളെ. തിരക്കുള്ളതുകൊണ്ടല്ലേ അച്ഛാ. പോയിട്ട് വന്നിട്ടേ ഞാനൊരു 1000 ഉമ്മ തരാം.